അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് PSC ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയെ മുൻനിർത്തിയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ രണ്ട് ടോപ്പിക്കിൻ്റെയും ബേസിക്സ് ആയിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ പറയുകയും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം, എന്തൊക്കെ മിസ്റ്റേക്കുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. സാധാരണ ഇത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതലും കണ്ടുവരുന്ന ചില പ്രശ്നങ്ങളുണ്ട് കുട്ടികളുടെ, അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യുകയും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഒക്കെ ബേസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യമായി ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിലും ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെ നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ ഒരു ക്ലാസ് കാണാൻ ഞാൻ പറയും, അവസാനം വരെ കാണാൻ ഞാൻ പറയും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വരുത്തുന്ന ചില തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ ഇനിയും വരുത്താതെ ഇരിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഒരുപാട് വഴി നിങ്ങൾ കറങ്ങേണ്ട, പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാൻ ചിലപ്പം ഈ ഒരു ക്ലാസ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. മക്കളെ, സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പോകാം. മുതലിന് മാത്രം പലിശ കിട്ടും, അത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ടെന്ന് വിചാരിക്കുക. 10% പലിശ എന്നും വിചാരിക്കുക. ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം, നാലാമത്തെ വർഷം, എത്ര വർഷം എടുത്താലും 10,000-ൻ്റെ 10%-മേ നിങ്ങൾക്ക് പലിശ കിട്ടത്തുള്ളൂ. 10,000-ൻ്റെ 10% എത്ര? 1000. അപ്പോൾ ആദ്യത്തെ വർഷം 1000, രണ്ടാമത്തെ വർഷം 1000, മൂന്നാമത്തെ വർഷം 1000, നാലാമത്തെ വർഷം 1000, എത്ര വർഷമാണെങ്കിലും 1000. അപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് എത്ര രൂപ, 4 കൊല്ലം കഴിഞ്ഞ് എത്ര രൂപ കാണും നിങ്ങൾക്ക് പലിശ എത്ര കിട്ടും? 4000. മുതൽ എത്ര? 10,000. സോ 10,000 4000 14,000. സോ ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. മുതലിന് മാത്രമേ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? പലിശ കിട്ടത്തുള്ളൂ. അല്ലാതെ ഈ 14,000-നായിരിക്കത്തില്ല അടുത്ത വർഷം നിങ്ങൾക്ക് പലിശ കിട്ടുക, 10,000-നേ കിട്ടത്തുള്ളൂ. പ്രിൻസിപ്പൽ എമൗണ്ടിന് മാത്രം ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. മുതൽ എത്രയാണോ അതിൻ്റെ റേറ്റ് പെർസെൻറ്റേജ് അനുസരിച്ചുള്ള പലിശ നിങ്ങൾക്ക് കിട്ടിയാൽ സിമ്പിൾ ഇൻട്രസ്റ്റ്. അവിടെ നമ്മൾ പറയും 10,000 രൂപയ്ക്ക് 10% പലിശ വെച്ച് 5 വർഷം. അപ്പോൾ ഈ 10,000-നെ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് വിളിക്കും, ഈ 10%-നെ നമ്മൾ റേറ്റ് പെർസെൻറ്റേജ് എന്ന് വിളിക്കും, ഈ 5 വർഷത്തിനെ നമ്മൾ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് വിളിക്കും. സോ അവിടെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? I = PNR. I = PNR, പ്രിൻസിപ്പൽ ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു റേറ്റ് പെർസെൻറ്റേജ്. ചിലർ PNR/100 എന്ന് പറയും. R എന്ന് പറയുമ്പോൾ റേറ്റ് പെർസെൻറ്റേജ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമെങ്കിൽ R എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ R/100 എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. സോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ. സാധാരണ പലിശ എന്ന് പറയുമ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വന്ന്, ഇനി സാധാരണ പലിശ നമ്മൾ ഇത്രയും പറഞ്ഞു പോയെങ്കിൽ ഇതിൽ നിന്ന് പല തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. നമ്മളുടെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കണ്ടു നോക്കുക. ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ബേസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മുതലിന് മാത്രം പലിശ കിട്ടുന്നതാണ് എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ്. ആൻഡ് മൂവിങ് ഓൺ ടു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 10,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക, 10% പലിശ എന്ന് വിചാരിക്കുക. ആദ്യത്തെ വർഷം നിങ്ങൾക്ക് 10,000-ൻ്റെ 10% കിട്ടും, അതായത് 1000 രൂപ കിട്ടും. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും ആദ്യത്തെ വർഷം മുതലിന് മാത്രമേ പലിശയുള്ളൂ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശയുടെ പലിശ എന്നാണ്. മുതലിനും പലിശ കിട്ടും, പലിശയ്ക്കും പലിശ കിട്ടും. പക്ഷെ പലിശയുടെ പലിശ കിട്ടണമെങ്കിൽ ഇപ്പോൾ മുതലിൻ്റെ പലിശ കിട്ടുന്ന എപ്പോഴാണ്? നിങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക് കൊണ്ട് കാശ് ഇട്ട് കഴിഞ്ഞാൽ 11 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പലിശ തരുമോ? ഇല്ല. അടുത്ത വർഷം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കാരണം ബാങ്ക് പറയുന്നത് ഒരു വർഷം ഇത്ര % പലിശ തരാവുന്ന പെർ ആനം 5% പെർ ആനം. ഒരു വർഷം 100 രൂപയ്ക്ക് 5 രൂപ പലിശ കിട്ടുമെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഒരു വർഷം നിങ്ങൾക്ക് 10% ബാങ്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം മുതലിൻ്റെ 10%, 10,000-ൻ്റെ 10% 1000 രൂപ കിട്ടി. അടുത്ത വർഷം, രണ്ടാമത്തെ വർഷമോ മുതലിൻ്റെ പലിശ കിട്ടും 1000. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ എല്ലാ വർഷവും ഈ 1000 വെച്ച് കിട്ടത്തുള്ളൂ. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 1000 കിട്ടി, മുതലിൻ്റെ പലിശ കിട്ടി, ഇനി പലിശയുടെ പലിശ കിട്ടും. ഈ ആദ്യത്തെ വർഷത്തെ പലിശയായ 1000 രൂപ അവിടെ കിടന്നില്ലേ, ഒരു വർഷം കിടന്നില്ലേ. അപ്പോൾ ആ 1000-ൻ്റെ പലിശയും കൂടെ കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 1000-ൻ്റെ 10% കൂടെ കിട്ടും. എത്ര? 100. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 2,100. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ 2,000 കിട്ടത്തുള്ളൂ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 2,000 കിട്ടും, ആദ്യത്തെ വർഷത്തെ 1000-ൻ്റെ 10% പലിശയും കൂടെ കിട്ടും. സോ ഇതാണ് ഇതിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂ.
അപ്പോൾ അവിടെ എപ്പോഴും ഒരു മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഉണ്ട്. അതായത് ആദ്യത്തെ വർഷം നിങ്ങൾക്ക് എത്ര കിട്ടി? 1000 രൂപ. അതായത് ആദ്യത്തെ വർഷം മുതലും പലിശയും കൂടെ നിങ്ങൾക്ക് 10,000 പ്ലസ് 1000 11,000 രൂപയായില്ലേ? ആയി. അടുത്ത വർഷം ഈ മുതലും പലിശയും കൂടെ ചേർന്ന് വീണ്ടും പ്രിൻസിപ്പിളായിട്ട് മാറും. മറ്റിടത്ത് പ്രിൻസിപ്പിൾ എപ്പോഴും സെയിമാണ്. എവിടെ? സിമ്പിൾ ഇൻട്രസ്റ്റിൽ പ്രിൻസിപ്പിൾ എപ്പോഴും 10,000 രൂപ. പക്ഷേ ഇവിടെ രണ്ടാമത്തെ വർഷമായപ്പോൾ പ്രിൻസിപ്പിൾ എത്രയായി? 11,000 ആയി. വീണ്ടും അതിന് മൊത്തത്തിൽ 10% പലിശ. 10% പലിശ എന്ന് പറയുമ്പോൾ മുതൽ 110% അല്ലേ? 10% പലിശ എന്ന് പറയുമ്പോൾ മുതൽ 100 ആണെങ്കിൽ പലിശ 10%, മുതലും പലിശയും കൂടെ 110%. അപ്പോൾ അടുത്ത വർഷം എത്ര ആയിരിക്കും പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ? എത്ര ആയിരിക്കും? ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12,100 എന്ന് കിട്ടും. അപ്പോൾ വീണ്ടും രണ്ടാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ എത്രയായി? 12,100 ആയി. വീണ്ടും അടുത്ത വർഷം വരുന്ന എന്തായിരിക്കും? വീണ്ടും 110% അല്ലേ? അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ 110%, ഈ 1.1 110% എന്ന് പറഞ്ഞാൽ 1.1. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ തൊട്ട് മുമ്പത്തെ വർഷത്തെ പ്രിൻസിപ്പിൾ 100 ആണ്, 1 ആണെങ്കിൽ അടുത്ത വർഷം അത് 1.1 ആവും, വീണ്ടും അത് 1.1 ആവും, വീണ്ടും അല്ലേ? ഇപ്പോൾ ഇത് ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷമാകുമ്പോൾ ഇൻറ്റു 1.1, അടുത്ത വർഷമാകുമ്പോൾ വീണ്ടും ഇൻറ്റു 1.1, വീണ്ടും ഇൻറ്റു 1.1. അപ്പോൾ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുക അല്ലേ? അപ്പോൾ എല്ലാ വർഷവും ഈ 1.1 നമ്മുടെ പ്രിൻസിപ്പിളും അതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റിലാണെങ്കിൽ പ്രിൻസിപ്പിൾ എപ്പോഴും സെയിം ആയിരിക്കും. പ്രിൻസിപ്പിളിന് മാത്രമേ പലിശ കിട്ടത്തുള്ളൂ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പ്രിൻസിപ്പൽ എമൗണ്ടിനും പലിശ കിട്ടും, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിനും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. സോ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുക. അതായത് തൊട്ട് മുമ്പത്തെ വർഷത്തെ മുതലും പലിശയും കൂടെ ചേർത്ത് വരുന്ന എമൗണ്ട് ഉണ്ടല്ലോ, മുതലിനും പലിശയ്ക്കും പലിശ കിട്ടും. മറ്റേത് മുതലിന് മാത്രമേ കിട്ടത്തുള്ളൂ സിമ്പിൾ ഇൻട്രസ്റ്റിൽ. സോ ഈ ഒരു കാര്യം നിങ്ങളുടെ തലയ്ക്കകത്തിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഇക്വേഷനോ ബാക്കി കാര്യങ്ങളിലോ ഒക്കെ പോകാം. അപ്പോൾ എപ്പോഴും ഈ ഒരു ഇപ്പോൾ 10% ആണെങ്കിൽ 1.1 ഇൻറ്റു 1.1 ഇൻറ്റു 1.1, 20% ആണെങ്കിൽ 120/100. 20% മുതൽ 20% പലിശ എന്ന് പറഞ്ഞാൽ 20% പലിശ 100%. 100 രൂപ ഇട്ടാൽ 20 രൂപ പലിശ എന്നാണല്ലോ 20% പലിശ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ആയിരിക്കും? ഇപ്പോൾ 20, നമുക്ക് എക്സാമ്പിൾ എടുക്കാം. 20% എന്ന് പറഞ്ഞാൽ 20/100. അതിൻ്റെ അർത്ഥം എന്താ? 100 നിങ്ങൾ എടുത്താൽ 120 അടയ്ക്കണമെന്നല്ലേ? അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇത് 100 120 ആവുക എന്ന് പറയുമ്പോൾ 1.2 അല്ലേ? സോ മുതലിനെ പലിശ ഇങ്ങനെ 1.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ എപ്പോഴും ഈ ഒരു മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഗുണിച്ച് ഇങ്ങനെ പോകും. ഇനി ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ നമുക്ക് എങ്ങനെ അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് 10,000 രൂപ 10% പലിശ 3 വർഷത്തേക്ക് 10,000 രൂപ 10% പലിശ 3 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണം. അപ്പോൾ 3 വർഷം എന്ന് പറയുമ്പം നമ്മുടെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ എത്രയാണ്? 3 വർഷത്തെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ. അപ്പം അതിനു മുമ്പ് ഈ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ ഞാനിപ്പം നേരത്തെ നിങ്ങൾക്ക് ഈ പാസ്കൽസ് ട്രയാങ്കിളിനെ വെച്ചിട്ട് നമ്മൾ കുറേ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ആ ഒരു ഓർമ്മയിലാണ് ഞാൻ പറഞ്ഞത് 3 വർഷത്തെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ എത്രയാണ്. ആദ്യമായിട്ട് ഈ ഒരു മെത്തേഡ് അറിയാത്തവർ, ഈ ഒരു മെത്തേഡ് കാണുന്നവരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയാം. മക്കളെ, പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ട് നോക്കിക്കുക നിങ്ങൾ, 1 1 എന്നിട്ട് ഈ ഒന്നുകൂടെ കൂട്ടി ഇതിൻ്റെ നടുക്ക് എഴുതുക. എന്നിട്ട് ഈ 1 ആദ്യം, ഈ 1 ആദ്യം. ഓക്കെ, വീണ്ടും ഈ 1ഉം 2ഉം കൂടെ കൂട്ടി ഇവിടെ എഴുതുക, ഈ 1ഉം 2ഉം കൂടെ കൂട്ടി ഇവിടെ എഴുതുക, ഈ 1 ഇവിടെ, ഈ 1 ഇവിടെ. ഇനി ഈ 3 1 കൂട്ടി ഇവിടെ എഴുതുക, 3 3 കൂട്ടി ഇവിടെ എഴുതുക, 3 1 കൂട്ടി ഇവിടെ എഴുതുക, എന്നിട്ട് 1. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ പോലെ നമുക്ക് കിട്ടിയില്ലേ? 11ന്റെ പവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കുക. 11 raised to 1, 11 raised to 1, 11ന്റെ സ്ക്വയർ 121, 11ന്റെ ക്യൂബ് 1333, 11 raised to 4, അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. അപ്പോൾ ഈ ഒരു ടേബിൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1 വർഷത്തെ, ഇത് 2 വർഷത്തെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ, ഇത് 3 വർഷത്തെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ, ഇത് 4 വർഷത്തെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ. ഈ വാല്യൂ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്കിവിടെ ഉള്ളത് ഇപ്പോൾ ഏതാ? 3 വർഷം. 3 വർഷത്തെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ എത്ര? 3 വർഷത്തെ 1 3 3 1 അല്ലേ? സോ 1 എഴുതുക, 3 എഴുതുക, 3 എഴുതുക, 1 എഴുതുക. ഇനി 1ൻ്റെ താഴെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതണം. 1ൻ്റെ താഴെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? 10,000. റേറ്റ് പെർസെൻറ്റേജ് എത്ര?
10%. സോ 10,000-ൻ്റെ 10% കണ്ടുപിടിച്ച് ഈ 3-ൻ്റെ താഴെ എഴുതുക. 10,000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര? 1000. 1000-ൻ്റെ 10% കണ്ടുപിടിച്ച് ഈ 3-ൻ്റെ താഴെ എഴുതുക. 100. 100-ൻ്റെ 10% കണ്ടുപിടിച്ച് 1-ൻ്റെ താഴെ എഴുതുക. ഓക്കെ. സോ ഇനി എന്താ? ഇനി നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെല്ലാം കൊണ്ട് ഇങ്ങനെ ഗുണിക്കണം. 10 × 1 10, 100 × 3 300, 1000 × 3 3000, 10,000 × 1 10,000. ഇതിൽ നമുക്ക് 4 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ പറ്റും പാസ്കൽസ് ട്രയാങ്കിളിലൂടെ. ഒന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? എമൗണ്ട് എത്ര? എമൗണ്ട് എന്ന് പറഞ്ഞാൽ മുതലും പലിശയും കൂടെ ആകെ എത്ര രൂപയായി? 10,000 കൊണ്ടിട്ടാൽ 3 കൊല്ലം കഴിയുമ്പോൾ എത്ര രൂപയായി എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. അതായത് 10,000 പ്ലസ് 3000 പ്ലസ് 300 പ്ലസ് 10, 13,310. ഇനി രണ്ടാമത്തേത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ വാല്യൂ അങ്ങ് ഒഴിവാക്കുക, ബാക്കി എല്ലാം കൂടെ കൂട്ടുക. 3000 പ്ലസ് 300 പ്ലസ് 10 എത്ര കിട്ടും? 3310. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിൽ ആദ്യത്തെ വാല്യൂ ഒഴിവാക്കുക, ബാക്കി എല്ലാം കൂടെ കൂട്ടുക. ഇനി മൂന്നാമത്തേത് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും രണ്ടാമത്തെ വാല്യൂ ആയിരിക്കും 3000. വേറെ ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യരുത്, രണ്ടാമത്തെ വാല്യൂ മാത്രം എടുക്കുക. ഇനി അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. ആദ്യത്തെ 2 വാല്യൂ എടുക്കരുത്. അപ്പോൾ 10,000 3000 അങ്ങ് സ്കിപ്പ് ചെയ്യുക. പിന്നെ ഇവിടെ ഉള്ളത് 300 10 300 10 കൂട്ടി എത്ര കിട്ടും? 310. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമുക്ക് പാസ്കൽസ് ട്രയാങ്കിളിൽ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ ചെയ്യാൻ പോകും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ ഒരു ക്ലാരിറ്റി വേണമെങ്കിൽ ഞാനിപ്പം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ അധികം അങ്ങ് ഡീപ്പായിട്ട് ബേസിക്സിലോട്ട് ഞാൻ പോയിട്ടില്ല. പക്ഷേ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ഒക്കെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ കോൺസെപ്റ്റുകളെല്ലാം വളരെ ഡീപ്പായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം വേണ്ട ബേസിക് പർപ്പസ് ഓഫ് ഡിഫറൻസ് അല്ലെങ്കിൽ ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ടിന് മാത്രമേ ഇൻട്രസ്റ്റ് കിട്ടത്തുള്ളൂ. എത്ര വർഷം കഴിഞ്ഞാലും പ്രിൻസിപ്പൽ റിമൈൻസ് ദ സെയിം, നിങ്ങൾ വേറെ പൈസ കൊണ്ടിടുന്നില്ലെങ്കിൽ. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോഴും പ്രിൻസിപ്പലിൻ്റെ കൂടെ കിട്ടിയ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ആ പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്ത എമൗണ്ടിനായിരിക്കും നിങ്ങൾക്ക് പലിശ കിട്ടുക. സോ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ്, മുതലിനും പലിശ കിട്ടും, പലിശയ്ക്കും പലിശ കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും, ഇൻട്രസ്റ്റിനും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ. സോ നമുക്ക് എന്തായാലും കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, രാമു ഹാഡ് ബോറോഡ് 20,000 ഫ്രം എ ബാങ്ക് അറ്റ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് ആഫ്റ്റർ 5 years he repaid the amount 25,000 to the bank. അപ്പോൾ രാമു 20,000 രൂപ വാങ്ങിച്ചു, 25,000 രൂപ ബാങ്കിന് തിരിച്ചു കൊടുത്തു. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇയാളിത് റീപേ ചെയ്യുന്നത്, 5 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ 5 വർഷം കൊണ്ട് ഇയാൾ അടച്ച പലിശ എത്ര? 20,000 രൂപ എടുത്ത് 25,000 രൂപ അടച്ചു. അപ്പോൾ എത്ര രൂപ പലിശ അടച്ചു? 5,000 രൂപ അടച്ചു. എത്ര വർഷത്തെയാ? 5 വർഷം അല്ലേ? അപ്പോൾ 5 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 5,000 രൂപ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഒരു സർട്ടൻ എമൗണ്ട് ആണ് അല്ലേ? നമ്മളിവിടെ എക്സാമ്പിളിൽ കണ്ടോ, എല്ലാ വർഷവും 1000 വെച്ചാ അല്ലേ? അപ്പോൾ ഇവിടെ എത്രയാണ്? 5 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 5,000 രൂപ. സോ വാട്ട് അബൌട്ട് 1 year? ഒരു വർഷത്തെ എത്ര ആയിരിക്കും? 5,000 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 1000. ഒരു വർഷം എത്ര? 1000 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. ശരിയല്ലേ? ഒരു വർഷം 1000 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? റേറ്റ് പെർസെൻറ്റേജ്. എപ്പോഴും ഓർത്തോണം, റേറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു I/P × 100. വാട്ട് ഇസ് I? I മീൻസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എത്ര നമുക്കിവിടെ കിട്ടിയത്? ഇൻട്രസ്റ്റ് എത്ര കിട്ടിയേ? 1000 ഡിവൈഡഡ് ബൈ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? 20,000 അല്ലേ? 20,000 ഇൻറ്റു 100 അല്ലേ? 20,000 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 10/2 5%.
5% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ ഡി 5% എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. Ramu had borrowed 20,000 from a bank at simple interest and after 5 years, sorry, ആ ക്വസ്റ്റ്യൻ തന്നെയാണ്, ആൻസർ സ്ലൈഡ് തന്നെ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ചോദ്യം, the simple interest on rupees 8,000 for 6 years, the simple interest on rupees 800 for 6 years at a 5.5% per annum is equal to the simple interest on rupees 600 at a 4% per annum for a certain period. The period of time is, അതായത് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 800 രൂപയ്ക്ക് 5.5% പലിശ. ഈ 5.5% എന്ന് പറഞ്ഞാൽ എന്താ? 5.5% എന്ന് പറഞ്ഞാൽ 5/100 അല്ലേ? അതെ, 5 നമുക്ക് 11ന്റെ പകുതി ബൈ 100 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 11/2 ഇൻറ്റു 100 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ 1/100 കൊണ്ട് ഗുണിക്കുക, ഹരിക്കാൻ പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പോൾ റേറ്റ് പെർസെൻറ്റേജിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. അതല്ല നിങ്ങൾക്ക് 5/100 എന്ന് എഴുതാനാണ് ഇഷ്ടമെങ്കിൽ എഴുതിക്കൂ. പക്ഷേ വെട്ടിക്കളയാനൊക്കെ എളുപ്പം, നമുക്ക് ഇതേപോലെ ഫ്രാക്ഷനൊക്കെ വരുവാണെങ്കിൽ എളുപ്പമാണ്. ഓക്കെ, സോ 800 രൂപ, 800 രൂപയ്ക്ക് 5.5%. 5.5% എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 11/2 ഇൻറ്റു 1/100. ഓക്കെ, എത്ര നാളത്തേക്ക്? 6 years ആണ്. സോ ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു വേറൊരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? അപ്പോൾ 800 രൂപയ്ക്ക് 6 കൊല്ലത്തേക്ക് 5.5% പലിശ കിട്ടുന്നതിന് തുല്യമാണ് 600 രൂപയ്ക്ക് 4% പലിശ വെച്ച് എത്രയോ വർഷത്തേക്ക് കിട്ടുന്നത്. അത് എത്ര വർഷമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 600 ഇൻറ്റു എത്ര ശതമാനം പലിശ? 4%. 4% എന്ന് പറയുമ്പോൾ 4/100 ഇൻറ്റു n നമ്പർ ഓഫ് ഇയേഴ്സ്. എന്നോ എക്സോ എന്ത് വേണേൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ n ആണ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് സോൾവ് ചെയ്യാം. ഈ 100ഉം ഇതൂടെ വെട്ടുമ്പോൾ നമുക്ക് 8 കിട്ടും. ഈ 2ഉം ഈ 6ഉം കൂടെ വെട്ടുമ്പോൾ 3 കിട്ടും. സോ 8 ഇൻറ്റു 3 24 ഇൻറ്റു 11 കിട്ടും. ഇവിടെ ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കുമ്പോൾ 6 ഇൻറ്റു 4 24 n എന്ന് കിട്ടും അല്ലേ? സോ നമുക്കിപ്പോൾ എന്താ കിട്ടിയേ? 24 n ഈസ് ഈക്വൽ ടു 24 ഇൻറ്റു 11. സോ n ഈസ് ഈക്വൽ ടു, ഈ 24 ഇപ്പുറത്ത് വരിക, 24 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 24. കാരണം ഗുണിച്ചിരിക്കുന്ന സാധനം ഇപ്പുറത്ത് വരുന്നു, ഇത് കട്ട് ചെയ്ത് പോകുന്നു. സോ n ഈസ് ഈക്വൽ ടു 11 years, 11 വർഷം. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ എ ശരിയാണോ? എക്സാക്ട്ലി 11 വർഷം. സോ നമുക്ക് അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്താൽ മതി, പെട്ടെന്ന് നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. എ പേഴ്സൺ ബോറോസ് എ സം ഓഫ് 50,000 for 3 years at 4% per annum simple interest. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ. എ പേഴ്സൺ ബോറോസ് എ സം ഓഫ് 50,000 for 3 years at 4% per annum simple interest. He immediately lent it to another person at a 6.25% per annum simple interest for 3 years. Find his gain in the transaction per year. സോ 50,000 രൂപയാണ് ഇയാൾ 4% പലിശയ്ക്ക് വാങ്ങിച്ചു, എന്നിട്ട് 6.25% പലിശയ്ക്ക് ഇത് തിരിച്ചു കൊടുത്തു. സോ അയാളുടെ ലാഭം എത്ര? അയാളുടെ ലാഭം എത്ര? 2.25%. ആൻഡ് വാട്ട് ഈസ് ദിസ് 2.25? ഇവിടേക്കാണ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ 2.25 കൊണ്ട് ഒരിക്കലും ഇരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പം 2.25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? 2.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.25ൻ്റെ ഇരട്ടി 4/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 9/4% എന്ന് എഴുതാം. 9/4% എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? നമുക്ക് 9/4 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ ഇൻറ്റു 1/100. ഓക്കെ, സോ ദിസ് ഈസ് അവർ റേറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ ഇത്രയായിരിക്കും ഇയാൾക്ക് കിട്ടുന്ന ലാഭം. 4% മേടിച്ചു, 6.5% കൊടുത്തു. അപ്പോൾ 2.5% അയാൾക്ക് 2.25, 4% മേടിച്ചു, 6.25% കൊടുത്തു. അപ്പോൾ അയാൾക്ക് 2.25% പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് ഇയാൾക്ക് കിട്ടുന്ന ലാഭം. അപ്പോൾ 50,000ൻ്റെ 2.25% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. 50,000ൻ്റെ 2.25%. സോ 50,000 ഇൻറ്റു 9/4 ഇൻറ്റു 1/100. സോ ഈ 2 0 നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. പിന്നെ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 125 എന്ന് കിട്ടും. 500നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ സോ 125 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു
1125 നമുക്ക് കിട്ടും. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ എ. 1125 ശരിയാണോ? എക്സാക്ട്ലി 1125. അടുത്ത ചോദ്യം നോക്കാം. A sum of 9,000 is lent partially 7% and remaining at 9% per annum if the yearly interest on the average is 8.5%, then find the sum which is lent at 9% is. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം നമുക്ക് സാധാരണ 9,000 ഒരു എമൗണ്ടിനെ എക്സ് ആയിട്ടും ബാക്കി എമൗണ്ടിനെ 9,000 മൈനസ് എക്സ് ആയിട്ടും എടുത്തിട്ട് ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അതൊരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഒരു 9,000 രൂപ രണ്ട് പാർട്ടായിട്ട് കൊടുത്തേക്കല്ലേ. ഒന്ന് എത്രയാണ്? 7%, വേറൊരെണ്ണം 9%. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. ആദ്യം കൊടുത്തേക്കുന്നത് എത്ര? 7%. പിന്നെ കൊടുത്തേക്കുന്നത് 9%. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ ഉണ്ടോ എന്ന് നോക്കണം. ഇതിൻ്റെ ആവറേജോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇപ്പം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, 9,000 രൂപ ഒരാൾ രണ്ട് പാർട്ടായിട്ട്, രണ്ടാളുകൾക്കായിട്ട് കൊടുത്തു. ആദ്യത്തെ ആളിന് കൊടുത്തത് 7% പലിശയ്ക്കും. 9,000 എത്രയോ നമ്മൾ പറയുന്നില്ല എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. 9,000 രണ്ട് പീസസ് ആക്കി, ഒരാൾക്ക് 7% പലിശയ്ക്കും ഒരാൾക്ക് 9% പലിശയ്ക്കും കൊടുത്തു. രണ്ടുപേരും കൂടെ 2 വർഷം കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് കൊടുത്തു, അല്ലെ ഇത്ര വർഷം കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് കൊടുത്തപ്പം ഇത്ര രൂപ കിട്ടി, അല്ലെ ഇത്ര ശതമാനം പലിശ കിട്ടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ രണ്ടും കൂടെ ചേർന്നുണ്ടാവുന്ന പലിശ, ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ് അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ആവറേജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടോ? ഉണ്ട്. അതായത് നിങ്ങൾ നോക്കേണ്ടത് ഇതിന് രണ്ടിനും ഇടയ്ക്ക്, ഈ 7-നും 9-നും ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂ ഉണ്ടോ? ഉണ്ട്, 8.5. അത് ഇതിൻ്റെ നടുക്ക് എഴുതുക. ഓക്കെ, ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. 7-ഉം 8.5 തമ്മിലുള്ള വ്യത്യാസം എത്ര? 1.5. 9-ഉം 8.5 തമ്മിലുള്ള വ്യത്യാസം എത്ര? 1/2. അപ്പോൾ റേഷ്യോ എത്ര കിട്ടും? 1:3. 1:3. ഇനി 0.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ 5 കിട്ടും. 1.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ 15 കിട്ടും. 5:15, 1:3 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാം. പിന്നെന്താ? അപ്പോൾ ഇത്രയും കിട്ടി. നമുക്ക് ഈ തുകകൾ തമ്മിലുള്ള റേഷ്യോ കിട്ടി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അലിഗേഷൻ എന്ന് പറയും. മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് നിങ്ങൾ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം മാത്രം നിങ്ങൾക്ക് ചെയ്തു പോയാൽ മതിയെങ്കിൽ ഈ ഒരു പാറ്റേണിൽ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാമെന്നൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ 1:3 എന്ന് കിട്ടി. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ദ സം വിച്ച് ഇസ് ലെൻഡ് അറ്റ് 9%. 9%ന് കൊടുത്തത് എത്ര? സോ 1:3 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 9%ൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഈ പാർട്ടല്ലേ, ഈ പാർട്ടിനെ നമ്മൾ എങ്ങനെ എഴുതും? 1:3 എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ 1/4 എന്നും ഇതിനെ നമ്മൾ 3/4 എന്നും അല്ലേ എടുക്കുക. അതെ. സോ ടോട്ടൽ എമൗണ്ട് എത്ര? 9,000. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ പാർട്ടല്ലേ. സോ ഇൻറ്റു 3/4. 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2,250 എന്ന് കിട്ടും. 2,250 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ നമുക്ക് 6,750 രൂപയെന്ന് കിട്ടും. 6,750. ഓപ്ഷൻ എ ശരിയാണോ? എക്സാക്ട്ലി. യെസ്. അടുത്ത ചോദ്യം. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹15,600 at 12% per annum for 9 months compounded quarterly. അപ്പോൾ ഈ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി, കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് 100 രൂപ 10% 2 വർഷത്തേക്ക് ഹാഫ് ഇയർലി ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഹാഫ് ഇയർലി ആണെങ്കിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കുക, 5%. നമ്പർ ഓഫ് ഇയേഴ്സ് ഇരട്ടിയാക്കുക. ഹാഫാണ്. കാരണം എന്താ? ഒരു വർഷത്തിൽ എത്ര ഹാഫ് ഉണ്ട്? 2. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ മൊത്തത്തിലാണ്, ഒരു വർഷത്തിലാണ് 10%. അപ്പം ആദ്യത്തെ 6 മാസം അതിൻ്റെ പകുതി 5% വെച്ച് ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യം കിട്ടും. അപ്പോൾ 2 കൊല്ലത്തിൽ 4 പ്രാവശ്യം കിട്ടും. ഇതാണ് ഹാഫ് ഇയർലി. അപ്പോൾ ക്വാർട്ടർലി ആണെങ്കിലോ? ക്വാർട്ടർലി ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ നോക്കിക്കേ, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. അപ്പോൾ ഇവിടെ 15,600 രൂപ, 12% പലിശ, 9 മാസം. 9 മാസം എന്ന് പറയുമ്പോൾ എത്ര ക്വാർട്ടറാ? 3 ക്വാർട്ടർ അല്ലേ? കാരണം 12/4 3 മാസമല്ലേ ഒരു ക്വാർട്ടർ എന്ന് പറയുമ്പോൾ. 9 മാസം എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ എത്ര ആയിരിക്കും? അത് 3 ക്വാർട്ടർ ആയിരിക്കും. 3 ക്വാർട്ടർ ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഈ റേറ്റ് പെർസെൻറ്റേജ് എന്ത് ചെയ്യണം? 4 കൊണ്ട് ഹരിക്കണം. 12 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും? 3% പലിശ. നമ്പർ ഓഫ് ഇയറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
ഇവിടെ നമ്പർ ഓഫ് ഇയർ അല്ല മാസമാണ് തന്നേക്കുന്നത്. അപ്പോൾ എത്ര ക്വാർട്ടർ ആണ്? 9 മാസം എന്ന് പറയുമ്പോൾ എത്ര ക്വാർട്ടർ ആണെന്ന് ഓർത്താൽ മതി. 3 മാസം ആക്കുക. ഒരു കൊല്ലം ആണെങ്കിൽ നമ്മൾ 3 മാസം, ഒരു കൊല്ലത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ടെന്ന് കാണാൻ വേണ്ടി 4 കൊണ്ട് മൾട്ടിപ്ലൈ. 2 കൊല്ലം ആണെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 8 ക്വാർട്ടർ ഒന്ന് എടുക്കുക. ഇവിടെ വർഷമല്ല, 9 വർഷമല്ല, 9 മാസം. 9 മാസത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ടോ? 9 ഡിവൈഡഡ് ബൈ 3. എത്ര? 3 ക്വാർട്ടർ. അപ്പോൾ എങ്ങനെയാണ്? 15,600 രൂപ 3% പലിശ വെച്ച് 3 പ്രാവശ്യത്തേക്കുള്ള കണ്ടുപിടിക്കണം. 3 പ്രാവശ്യത്തെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ എത്ര? 1 3 3 1. 1ന്റെ താഴെ 15,600. പിന്നെ 15,600ന്റെ 3% കണ്ടുപിടിക്കുക. 15,600ന്റെ 3% കണ്ടുപിടിച്ച് 3ന്റെ താഴെ എഴുതുക. എത്ര കിട്ടും? 468. പിന്നെ 468ന്റെ 3% കണ്ടുപിടിക്കുക. എത്ര കിട്ടും നിങ്ങൾക്ക്? 14.04 എന്ന് കിട്ടും. പിന്നെ 14.04ന്റെ 3%. അങ്ങനെ ഓരോന്നിൻ്റെയും ആ റേറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചങ്ങ് എഴുതുക. 14.04 എത്ര കിട്ടും? അതിൻ്റെ 3% എന്ന് പറയുമ്പോൾ 0.4212 എന്ന് കിട്ടും. ഓക്കെ. പിന്നെ എന്ത് ചെയ്യുക? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 468 × 3 1404 കിട്ടും. ഇവിടെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം മതിയെങ്കിൽ ആദ്യത്തെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ വാല്യൂ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എടുക്കുക എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. ഫസ്റ്റ് മുതലും പലിശയും കൂടെ വേണമെങ്കിൽ മാത്രം ആദ്യത്തെ വാല്യൂ 15,600 അതിൽ ഉൾപ്പെടുത്തിയാൽ മതി. അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ നമ്മൾ അങ്ങ് മാറ്റി വെക്കുക. സോ 1404. പിന്നെ 14.04 × 3 എന്ന് പറയുമ്പോൾ നമുക്ക് 42.12. പിന്നെ 0.4212 × 1 എന്ന് പറയുമ്പോൾ 0.4212 എന്ന് തന്നെ കിട്ടും. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത്രയും കൂടെ കൂട്ടുക. കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1446.54 എന്ന് കിട്ടും. 54 എന്ന് കിട്ടും. 1446.54. യെസ്, ഓപ്ഷൻ എ. ഓപ്ഷൻ എ. അപ്പോൾ ഇങ്ങനെ ഈ പാസ്കൽസ് ട്രയാങ്കിൾ ഉപയോഗിച്ച് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ശരിയാണോ? യെസ്. സോ അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടിങ് ആനുവലി ഓൺ ₹75,000 for 3 years if the rate of interest is 5% for first year, 6% for second year and 8% for third year. പാസ്കൽസ് ട്രയാങ്കിളിലൂടെ എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു ഉദാഹരണമാണിത്. കാരണം എല്ലാ വർഷവും ഓരോ വർഷവും ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് പാസ്കൽസ് ട്രയാങ്കിളിലൂടെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുവാണെങ്കിൽ പാസ്കൽസ് ട്രയാങ്കിളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 75,000 രൂപയാണ് നമ്മളുടെ പ്രിൻസിപ്പിൾ. 75,000 രൂപ. ആദ്യത്തെ വർഷം 5% പലിശ, രണ്ടാമത്തെ വർഷം 6% പലിശ, മൂന്നാമത്തെ വർഷം 8% പലിശ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വരുമ്പോൾ 75,000-ന് ആദ്യത്തെ വർഷം 5%, അടുത്ത വർഷം 6%, അതിൻ്റെ അടുത്ത വർഷം 8%. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ വർഷം 5% പലിശ എന്ന് പറഞ്ഞാൽ എന്താ? മുതൽ 100 ആണെങ്കിൽ പലിശ 5. അപ്പോൾ മൊത്തത്തിൽ 105% ആയിരിക്കും. ഇൻറ്റു. അപ്പം അടുത്ത വർഷത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ഇവിടെ കിട്ടുന്ന ആൻസർ ആയിരിക്കും, ഇവിടെ കിട്ടുന്ന വാല്യൂ ആയിരിക്കും. അതിന് വീണ്ടും 6% പലിശ എന്ന് പറയുമ്പോൾ എന്താ? 106% പലിശ. അടുത്ത വർഷം എത്ര ആയിരിക്കും? വീണ്ടും അതിന് 8% പലിശ. 8% പലിശ എന്ന് പറയുമ്പോൾ മൊത്തത്തിലാണ്. അപ്പോൾ 108%. 108%. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 75,000 ഇൻറ്റു ഇതിനെ നമുക്ക് 21/20 എന്ന് എഴുതാമല്ലോ, 5 കൊണ്ട് ഹരിച്ചിട്ട്. ഇതിനെ നമുക്ക് പകുതി എടുക്കാൻ പറ്റത്തുള്ളൂ, 53/50. ഇതിനെ നമുക്ക് 108/100, 27/25 എന്ന് എടുക്കാം, 4 കൊണ്ട് ഹരിച്ചിട്ട്. 2 0 നമുക്ക് കട്ട് ചെയ്ത് കളയാം. 25 ഇവിടെ 30, പിന്നെ 5 × 2 10, ഈ 0 പോകും. സോ 3 × 21 × 53 × 27. 53 × 27. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 53 × 27 90,153 എന്ന് കിട്ടും. അപ്പോൾ ഇതെന്തോ ഇത് 75,000 രൂപയാണെങ്കിൽ 3 കൊല്ലം കഴിയുമ്പോൾ അത് എത്ര ആയിരിക്കും? 90,153 ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ട കോമ്പൗണ്ട് ഇൻട്രസ്റ്റാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ മുതലും പലിശയും കൂടെ 90,153. അതിൽ മുതൽ എത്രയാണ്? 75,000. അതങ്ങ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പലിശ കിട്ടത്തില്ലേ? എത്ര കിട്ടും? 15,153 എന്ന് കിട്ടും. 15,153. ഓപ്ഷൻ ബി. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക്
ആൻസറിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. യെസ്, ശരിയാണ്. അടുത്ത ചോദ്യം, എ സം ഓൺ compound interest amounts to 2809 in 2 years and 2977.54 in 3 years. The rate percentage per annum. So 2 കൊല്ലം കൊണ്ട് 2 വർഷം കൊണ്ട് എത്രയോ ഒരു തുക 2809 ആയി. 3 കൊല്ലം കൊണ്ട് എത്രയായി? 2977.54 ആയി. അപ്പോൾ ഇവിടെ 2 കൊല്ലം കൊണ്ട് കിട്ടിയത് 2809, 3 കൊല്ലം കൊണ്ട് അത് 2977 ആയി. അപ്പോൾ 2 കൊല്ലത്തിൽ നിന്ന് 3 കൊല്ലത്തിലേക്ക് ഇവിടെ വന്ന വ്യത്യാസം എത്ര ആയിരിക്കും? എത്ര രൂപ പലിശ കൂടി? 168.54 അല്ലേ? 168.54. അപ്പോൾ ഈ 168.54 എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യത്തെ വർഷം 10 രൂപയാണ് എന്ന് വിചാരിക്കുക, വെറും 10 രൂപയാണെന്ന് വിചാരിക്കുക പലിശ. 10% പലിശ. അപ്പോൾ 10 രൂപ എടുത്താൽ അടുത്ത കൊല്ലം എത്ര ആവും? 11 ആവും. കാരണം 10 രൂപ ഇങ്ങോട്ട് 1 രൂപ പലിശ കിട്ടി. 10% പലിശ, 10ന്റെ 10% എത്ര കിട്ടി? 11 പലിശ കിട്ടി. ഇനി അതിന് വീണ്ടും എത്ര കിട്ടും? മൾട്ടിപ്ലൈയിങ് ഫാക്ടർ വീണ്ടും അടുത്ത കൊല്ലത്തേക്ക് വരുമ്പോൾ ഇവിടെ 1.1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുന്ന 1.1 ആയിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്ന എത്ര ആയിരിക്കും? 12.1 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നത് എത്ര ആയിരിക്കും? ഈ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? റേറ്റ് പെർസെൻറ്റേജ് ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഇതെന്ന് പറയുന്നത് പലിശയായിരിക്കും. ഇത് പ്രിൻസിപ്പിളായിട്ട് എടുത്താൽ, ആ പ്രിൻസിപ്പിളിന് കിട്ടിയ ഇൻട്രസ്റ്റ് ആണിത്. അപ്പോൾ ഇത് ഐയും ഇത് പിയും ആയിരിക്കും. അടുത്ത കൊല്ലം ഇത് പിയും വീണ്ടും അവിടെ അടുത്ത 4-ാമത്തെ വർഷത്തെ വരുന്ന തുകയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വീണ്ടും ഐ ആയിരിക്കും. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടെ പിയും ഐയും കിട്ടി. റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? I/P × 100. I/P × 100. ഐ എന്ന് പറഞ്ഞാൽ എത്ര? 168.54 ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പിൾ എത്ര? 2809 × 100. അതായത് 168.54 ഡിവൈഡഡ് ബൈ 2809 9/6 54. യെസ്. മനസ്സിലായോ? സോ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ, അതായത് ഈ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത്, അതിനെ നിങ്ങൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രിൻസിപ്പിളായിട്ട് എടുക്കുക. മുതലും പലിശയും കൂടെ വരുന്നത് അത് പ്രിൻസിപ്പിളാണ്. അടുത്ത കൊല്ലം അതിന് കിട്ടിയ പലിശയായിരിക്കും അത് മുതലും ഈ 2809 പ്ലസ് പലിശയും കൂടെ വരുന്നതായിരിക്കത്തില്ല 2977 എന്ന് പറയുന്നത്. സോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 168.5. ആ 168.54 എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിളിൻ്റെ എത്ര ശതമാനമാണെന്ന് ആലോചിച്ചാൽ മതി, പെട്ടെന്ന് ആൻസർ കിട്ടും. 6%. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. യെസ്, 6%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the compound interest on 16,400 for 1 year at a 9% per annum when compounded half yearly? ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഹാഫ് ഇയർലി ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, ഈ റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കുക, 4.5 ആക്കുക, നമ്പർ ഓഫ് ഇയർ ഇരട്ടിയാക്കുക, 2 times ആക്കുക. അപ്പോൾ 16,400-ന് 4.5% വെച്ച് 2 വർഷത്തേക്ക് എത്രയാണ്, അല്ലെ 2 times എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 2 timesൻ്റെ പാസ്കൽസ് ട്രയാങ്കിൾ വാല്യൂ എത്ര? 1 2 1. 1ൻ്റെ താഴെ 16,400. ഒരു 0 ഇവിടെ കൂടിപ്പോയോ? 16,400. അപ്പോൾ 16,400-ൻ്റെ 4.5%. 16,400-ൻ്റെ 4.5% എന്ന് പറയുമ്പം 9/2 അല്ലേ, 738. പിന്നെ 738-ൻ്റെ 4.5%. 738-ൻ്റെ 4.5% എന്ന് പറയുമ്പോൾ 33.1 അല്ല 21. 33.21. സോ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മതി. അപ്പോൾ ആദ്യത്തെ വാല്യൂ വേണ്ട. 738 × 2 1476 വരും. 1476. ഇവിടെ 33.21. സോ ഇത് തമ്മിൽ കൂട്ടിയാൽ മതിയല്ലോ. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? കാരണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാല്യൂ എടുക്കരുത്, ബാക്കി എല്ലാം കൂടെ കൂട്ടാനല്ലേ നമ്മൾ പഠിച്ചത്. അതെ. സോ 1476 + 33 1509.21 കിട്ടും. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ സി. ശരിയാണോ?
എക്സാക്ട്ലി, യെസ്. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അതിൽ ഈ രണ്ട് ടോപ്പിക്കുകളും രണ്ടിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഓരോ ചോദ്യങ്ങളും ഓരോ എക്സാമ്പിളുകളാണ്. നമ്മൾ എന്തൊക്കെ ഇപ്പം ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യും, ഇപ്പം നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു, ഇത് ഉണ്ടോ, ഇതൊക്കെ വളരെ മാർക്ക് ചെയ്ത് വെച്ച് നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇവിടെയൊന്നും നിങ്ങൾ ഒരിക്കലും കൺഫ്യൂഷനായി പോകരുത്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ എടുത്ത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. ഇതേപോലെയൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം ക്വസ്റ്റ്യൻസ്, ഇത് മാത്സ് മാത്രമല്ല, GK, സയൻസ്, കറണ്ട് അഫേഴ്സ്, ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ കഴിയുന്നത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുക, കഴിയുന്നത്ര പ്രാക്ടീസ് ഒന്ന് നേടിയെടുക്കുക. എത്രത്തോളം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് അങ്ങനെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ദിവസം. താങ്ക് യു സോ മച്ച്.